ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ഒരു കടച്ചക്ക കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടച്ചക്ക അരിയുമ്പോൾ അതിൽ പശ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടും പിന്നെ വെച്ചിട്ട് വെള്ളത്തിലിട്ടില്ലെങ്കിൽ നമ്മുടെ കടച്ചക്കയുടെ ഈ കഷ്ണങ്ങളൊക്കെ കളറ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കടച്ചക്ക കഷ്ണങ്ങൾ നമുക്ക് എടുത്ത് വേവിക്കണം. അപ്പോൾ കടച്ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കടച്ചക്കയിലേക്ക് എത്ര ഉപ്പ് വേണം അതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കടച്ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കടച്ചക്കയുടെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. കടച്ചക്ക കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വേവാനായിട്ട് വെക്കാം. അപ്പോൾ വേവാൻ വേണ്ടി ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിനി വേവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടച്ചക്ക നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് വെന്തോന്ന് നോക്കിയോളാം. എന്താ വെച്ചാൽ നമ്മൾ കടച്ചക്ക ഉപ്പേരിയിലേക്ക് എപ്പോഴും നല്ലപോലെ വേവണേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ഒരു പാകത്തിനുള്ള വേവാണ് നല്ലത്. ഞങ്ങളുടെ ഈ കടച്ചക്കയുടെ കഷ്ണം നോക്കിയപ്പോൾ കുറച്ചും കൂടി വേവണം. അപ്പോൾ വെന്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കടച്ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ നിന്ന് കടച്ചക്ക ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതേ കടച്ചക്ക വേവിച്ച് വെച്ചത് ഞാൻ പാത്രത്തേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കാച്ചാൻ നോക്കാം. അപ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 ഉണ്ട വെളുത്തുള്ളിയും അതുപോലെ തന്നെ 10 ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മുളക് പൊടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കടച്ചക്ക കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കടച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊരു പാത്രത്തിൽ പകർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ കടച്ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.